വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ കുറേ ദിവസമായി റീഡിംഗ് ഇട്ടിട്ട് ടൈം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ, രാവിലെ എനിക്ക് അങ്ങനെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ റീഡിങ്സ് ഇല്ലാതിരുന്നത്. അപ്പോൾ ഇനി തുടർന്ന് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്തിട്ട് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് റീഡിംഗ് കാണുക. ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട സൂചനകൾ തുറന്നു പറയാനുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണുക. എന്തൊക്കെ സൂചനകളാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് സോർട്സ് ആണ്. യെസ്, വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാർഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പേഴ്സണെ കാലാകാലങ്ങളായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാർ, ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആകാം. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അനുസരിച്ച് നിങ്ങൾക്കത് എടുക്കാം, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഒട്ടും തന്നെ നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മാനസിക നില അല്ലെങ്കിൽ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തേർഡ് പാർട്ടി കാരണമാണ്. തേർഡ് പാർട്ടി വളരെയധികം ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലപ്പോഴും ഹെൽപ്ലെസ് ആയിട്ടുണ്ട്. പലപ്പോഴും ഒരു എന്താ പറയുക, ഒരു നിസ്സഹായ അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഒരു ആക്ഷൻ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി സ്വന്തം ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി, സ്വന്തം ജീവിതത്തിന്റെ ആ ഒരു ഉത്തരവാദിത്തം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ മറ്റാരുടെയും ആവശ്യമില്ല എന്നും മറ്റാരുടെയും പ്രാധാന്യം വേണ്ട എന്നും അല്ലെങ്കിൽ മറ്റാരുടെയും സാന്നിധ്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശമോ വേണ്ട എന്ന് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സന് സ്വന്തമായിട്ട് ആഗ്രഹങ്ങളുണ്ട്, സ്വന്തമായിട്ടുള്ള തീരുമാനമുണ്ട്, സ്വന്തമായിട്ടുള്ള തൻ്റെടമുണ്ട്. അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് തേർഡ് പാർട്ടിയുടെ ആ ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ അമിതമായിട്ടുള്ള കൺട്രോളിങ് എനർജി, അത് ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി വേണ്ടാന്ന് വെച്ചിട്ട് ഈ വ്യക്തിക്ക് എന്താണ് കിട്ടിയത്? ഒറ്റപ്പെടൽ മാത്രമാണ്, സങ്കടം മാത്രമാണ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി സ്വന്തം ജീവിതം വളരെയധികം ആഘോഷിച്ച് സ്വന്തമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, 2 ഓഫ് സോർട്സ് ആണ്. അതായത് ഇവിടെ ഈ പേഴ്സണെ കൊണ്ട് മറ്റു പലവരും അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഉപേക്ഷിക്കാൻ വേറെ പല ആൾക്കാരും ഈ പേഴ്സണോട് പറയുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതം വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താൻ, ഇങ്ങനെയൊക്കെ മറ്റു പലവരും ഈ പേഴ്സണോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ അതൊക്കെ വിശ്വസിച്ചു, അതൊക്കെ അനുസരിച്ചു. പക്ഷെ ഇനി അങ്ങോട്ട് ഈ പേഴ്സണെ കൊണ്ട് അതിന് സാധിക്കുകയില്ല.
ഈ പേഴ്സൺ അതിനൊക്കെ ഒരു കടിഞ്ഞാണിടുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആരാണോ, തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ എന്താണോ, അതിനെയെല്ലാം മാറ്റിമറിക്കാനാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിർത്തണ്ടോടത്ത് ആൾക്കാരെ നിർത്താൻ ശ്രമിക്കുക, നിർത്തണ്ടോടത്ത് നിർത്തുക. പരിധി വിട്ട് ജീവിതത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നില്ല. ഇത് വളരെ നല്ലൊരു സൂചനയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങളെ ഒരുപാട് ഈ പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ചെയ്തും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി അതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഇവിടെ പാസ്റ്റ് ലൈഫ് ഗൈഡ്സ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും അത് പലപ്പോഴും ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ഒരു കാർമിക് ആയിട്ടുള്ള അവസ്ഥകൾ. ആ ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുക, നിങ്ങളെ മാറ്റി നിർത്തുക, നിങ്ങൾക്ക് പ്രാധാന്യം തരാതിരിക്കുക, നിങ്ങളുടെ സ്നേഹത്തിന് വില തരാതിരിക്കുക, നിങ്ങളെ വിഷമിപ്പിക്കുക. ഇതെല്ലാം തന്നെ നിങ്ങൾ രണ്ടു പേർക്കും തമ്മിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു കർമ്മം ഇവിടെ ക്ലിയർ ചെയ്യാണ്. ആ കർമ്മം ഇവിടെ തീരാൻ പോവാണ്. ആ ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ അവസാനിക്കാൻ പോവാണ്. കാരണം ഇവിടെ മുജ്ജന്മത്തിൽ നിന്നും ഈ വ്യക്തിക്ക് ആരൊക്കെയോ ഈ വ്യക്തിയെ സഹായിക്കുന്നുണ്ട്, ആരൊക്കെയോ ഈ പേഴ്സന് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നീ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നീ ഈ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ്, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നീ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ശരിക്കിനുള്ള വഴി, അതാണ് യഥാർത്ഥ ശരി എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പേഴ്സന്റെ മുജ്ജന്മത്തിൽ നിന്നും ഈ പേഴ്സന്റെ, അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ പുതിയ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൊളീഗായിട്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല, ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പേഴ്സന് വഴി കാട്ടി കൊടുക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആ വഴി കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ശരിയെന്ന് എന്നുള്ള സത്യം. ഓക്കെ, അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ എനർജി വികസിപ്പിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങൾ അടിയറവ് വെക്കാം, തൻ്റെ അഭിപ്രായങ്ങൾ മാറ്റിവെക്കുക, തൻ്റെ അഭിപ്രായങ്ങൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ എടുക്കാതിരിക്കുക, തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, അങ്ങനെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പേഴ്സന്റെ സ്വന്തം എനർജി വികസിപ്പിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലൂടെ വികസിപ്പിച്ചെടുക്കാൻ പറ്റോ ആ രീതിയിലൂടെ, അതായത് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക. ഇപ്പൊ ദൈവത്തിൽ വിശ്വാസം ഇല്ലാതിരുന്ന വ്യക്തിയാണ് ഈ പേഴ്സൺ എങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഈ പേഴ്സന്റെ എനർജി വികസിപ്പിച്ചെടുക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വർക്ക് ചെയ്തു വരുന്നുണ്ട്, നന്നായിട്ട് ജോലി ചെയ്തു വരുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്ന ജോലി അതിപ്പോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ചിലപ്പോൾ ജോലി ചെയ്യാണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അലസതയോട് കൂടി ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം, ജോലിയൊന്നും ചെയ്യാതെ അലസതയോട് കൂടി ഇരിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നല്ലൊരു ജോലി തേടി കണ്ടുപിടിച്ചിട്ട് ആ ജോലി നന്നായിട്ട് ചെയ്തു മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു തീരുമാനങ്ങളും വിലയും ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ്. അതായത് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ അങ്ങനെ റീയൂണിയൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വൽ യൂണിയൻ. അപ്പൊ സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായിട്ട് നിങ്ങളും ഈ വ്യക്തിയും ഉണർന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ, അല്ലെങ്കിൽ ഒന്നിക്കൽ,
മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഉറപ്പായിട്ടും സ്പിരിച്വൽ ജേർണിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിനോടൊപ്പം നിങ്ങളും സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്പിരിച്വൽ യൂണിയൻ, അതായത് സാധാരണ രീതിയിലുള്ള അവരിവരും പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഒന്നിക്ക്, നിങ്ങൾ ഒന്നാവോ, നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കുക എന്നൊക്കെ അവരിവരും പറഞ്ഞിട്ടുള്ള റിയൂണിയൻ അല്ല, സ്പിരിച്വൽ യൂണിയൻ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവിടെ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. യഥാർത്ഥ യൂണിയൻ അതാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ചില പ്രഡിക്റ്റീവ് മെസ്സേജസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അതായത് മേ ബി ജോൾസ്യം നോക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ടാരറ്റ് റീഡിങ് ഈ പേഴ്സൺ എടുക്കുന്നുണ്ടാകാം, ടാരറ്റ് റീഡിങ് എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൈനോട്ടക്കാര്, അല്ലെങ്കിൽ കാക്കാത്തികൾ, അങ്ങനെ ആ വഴി എന്തൊക്കെയോ ചില പ്രഡിക്ഷൻസ് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ചില മുൻ പ്രവചനം, നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെയോ മുൻ പ്രവചനം അത് ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതിലൂടെ പുതിയൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ ജോത്സ്യം നോക്കാനൊക്കെ പോകുമ്പോൾ ഈ പ്രണയബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയും, എന്തെങ്കിലും പ്രവചനം പറയും. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ എടുക്കാനൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങൾക്കും വരാട്ടോ. അതായത് നിങ്ങൾ ചിലപ്പോൾ ടാരറ്റ് റീഡിംഗ് എടുക്കുന്ന ആൾക്കാരായിരിക്കാം, പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ആസ്ട്രോളജി പരമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കൈനോട്ടക്കാര്, അങ്ങനെയുള്ള ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓവറോൾ എനർജി ദ ആർക്കേഞ്ചൽ റാച്ചുവേൽ ആണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റിസ്, ഹാർമണി ആൻഡ് സൊല്യൂഷൻ ആണ്. ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ആ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനങ്ങളും ഉറച്ച സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ രണ്ടുപേരും സഹായിക്കുന്നത് ഈ റാച്ച്വേൽ എന്ന് പറയുന്ന ഈ ഒരു മാലാഖയാണ്, ഈ ഒരു ഏഞ്ചലാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ട് തോന്നി. കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മെച്യൂരിറ്റിയിലേക്ക്, വളരെയധികം പക്വതയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട്. കാര്യഗൗരവം, ഓരോ കാര്യത്തെയും വളരെ ഗൗരവത്തോടു കൂടി നോക്കി കാണാനൊക്കെയുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്, മൈൻഡ് സെറ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.